തിരുവനന്തപുരത്തിന്റെ എം പിയാണ് ശശി തരൂർ. 3 വട്ടമായി തിരുവനന്തപുരത്ത് ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനിശ്ചിതനായി തന്റെ സ്ഥാനം തിരുവനന്തപുരത്ത് ശശി തരൂർ 3-ാം വട്ടവും ഉറപ്പിച്ചത് ചരിത്ര വിജയത്തോടെയായിരുന്നു. ഇതേ ശശി തരൂർ പിന്നീട് പാർട്ടിയുടെ കേന്ദ്ര ഘടകത്തിന് തലവേദനയാകുന്നൊരു ഒന്നിലധികം രംഗങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് മറ്റു രാജ്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിച്ച ഒരു സമിതിയിൽ ശശി തരൂരായിരുന്നു അധ്യക്ഷൻ. അദ്ദേഹം കോൺഗ്രസ് എം പി ആയിരിക്കെ ആ ചുമതല ഏറ്റെടുക്കരുതെന്ന് മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അടക്കം നിർദ്ദേശിച്ചെങ്കിലും ഒടുവിൽ ജനരോഷം ഭയന്ന് അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അങ്ങനെ ശശി തരൂർ വിജയകരമായി തന്റെ ദൗത്യം വിദേശ രാജ്യങ്ങളിൽ പൂർത്തിയാക്കി തിരികെ വന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിദേശ നയതന്ത്ര നൈപുണ്യത്തെ പ്രകീർത്തിച്ചപ്പോഴാണ് വീണ്ടും വിനയായത്. അപ്പോഴെന്തായി? വീണ്ടും ശശി തരൂരിനെതിരെ അമർഷം പുകഞ്ഞു തുടങ്ങി. ശശി തരൂരിനെ തിരുവനന്തപുരത്ത് ആദ്യ തവണ മത്സരിച്ചപ്പോൾ തന്നെ പുറത്താക്കാൻ ശ്രമിച്ച ചില കേരളത്തിലെ നേതാക്കളുണ്ട്. 2-ാം ഘട്ടത്തിലും ശശി തരൂർ മത്സരിക്കുമെന്നായപ്പോൾ അതിനും പാരവയ്ക്കാൻ ശ്രമിച്ചവരുണ്ട്, നടന്നില്ല. 3-ാം ഘട്ടത്തിലും പാരവയ്ക്കാൻ വന്നവരുണ്ട്, അതും നടന്നില്ല. എങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് അനഭിമിതനാക്കി തരൂരിനെ പുറത്താക്കുക എന്നായിരുന്നു ഇവിടെ ലക്ഷ്യം. പക്ഷേ അതും ഏതാണ്ടൊക്കെ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ശശി തരൂരിന്റെ എതിർചേരിലേക്ക് മാറിയപ്പോൾ ശശി തരൂർ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പക്ഷെ കേരളത്തിലെ ചില മുതിർന്ന നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ ശശി തരൂരിന് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി കേട്ടു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചാൽ താൻ അങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്ത നല്ല കാര്യത്തെ പ്രകീർത്തിക്കുമ്പോൾ താൻ ആ പാർട്ടിയിലേക്ക് പോകുന്നു എന്നൊരർത്ഥം അതിന് വേണ്ട എന്ന് ശശി തരൂർ വ്യക്തമായ മറുപടി നൽകി. താൻ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമെന്ന് AICC നേതാവ് കൂടിയായ ശശി തരൂർ വളരെ വ്യക്തമായ നിലപാടും എടുത്തിരുന്നു. പക്ഷേ ചെറിയ സംശയങ്ങൾ ചില നേതാക്കൾക്കെങ്കിലും AICC-യിലും KPCC-യിലും ഉണ്ടായിരുന്നു, തരൂർ എങ്ങാനും കാലുമാറുമോ എന്ന്. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? സോണിയാഗാന്ധിയുടെ അടക്കം വളരെ നിർണായകമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു. പാർലമെന്ററി വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് ശശി തരൂർ തുടരും. അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. ഇന്ത്യയുടെ വിദേശ നയം ചർച്ച ചെയ്യുന്ന പാർലമെന്ററി MP-മാരുടെ സമിതിയുടെ അധ്യക്ഷൻ തന്നെയായിരിക്കും ശശി തരൂർ. അങ്ങനെ സോണിയാഗാന്ധി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. എന്താണ് അതിന് പിന്നിലെ ലക്ഷ്യം? ശശി തരൂരിന് കേരള നേതൃത്വത്തിലും ഒരു നിർണായക റോൾ ഇനി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് സോണിയാഗാന്ധിയും AICC നേതൃത്വവും. അപ്പോൾ സോണിയാഗാന്ധി പറയുന്നതിനപ്പുറം ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തയ്യാറാകില്ല. പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയിരിക്കുമ്പോൾ തന്നെ ശശി തരൂരിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രിയങ്കയുടെ നിലപാടുകൾ സുരക്ഷിതമാക്കാനും ഒപ്പം ശശി തരൂർ എന്ന UN-ലടക്കമുള്ള ലോക പ്രശസ്തനായ ആ നേതാവ് അദ്ദേഹത്തെ BJP പാളയത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നൊരു പഴി കോൺഗ്രസിന് കേൾക്കാതിരിക്കാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ ഡൽഹിയിൽ പാർലമെന്ററി വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് അനുവദിക്കുന്നതിനൊപ്പം കേരളത്തിൽ ഒരു നിർണായകമായ റോൾ, കാരണം 2026 തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, കേരളത്തിൽ ശശി തരൂർ ഉണ്ടാകണമെന്നൊരു നിർബന്ധ ബുദ്ധി AICC-ക്ക് ഉണ്ടായി തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശശി തരൂരിനെ ചേർത്ത് പിടിക്കാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ശശി തരൂരിന്റെ എറണാകുളത്തടക്കം പല കോൺഗ്രസ് സംഘടനാ പരിപാടികൾ നടന്നപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നതിന്റെ പേരിൽ ശശി തരൂരിനെ കേരളത്തിലെ പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയ ചരിത്രമുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. ഇനി എന്തായാലും അത്തരം പരിപാടികൾ ഉണ്ടാകില്ല. പാർട്ടി പരിപാടികളടക്കം സജീവമായി തന്നെ തരൂർ തുടരുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് MP ആയ ശശി തരൂരിനെ കോൺഗ്രസ് നിയോഗിച്ചത്. ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ കമ്മിറ്റി അധ്യക്ഷ DMK MP കനിമൊഴിയും തുടരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നരേന്ദ്രമോദിയെ നിരന്തരം പ്രശംസിച്ച ശശി തരൂരിനെ അങ്ങനെ കൈവിട്ട് കളയാൻ വിശ്വപൗരനായ ശശി തരൂരിനെ കോൺഗ്രസിനാകില്ല എന്നൊരു തിരിച്ചറിവ് അവസാന വേളയിലെങ്കിലും വൈകിയ വേളയിലെങ്കിലും സോണിയാഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനും ഉണ്ടായി എന്നിടത്താണ് കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനയാണോ ഈ കാണുന്നതൊക്കെ എന്ന് നമുക്ക് തോന്നുന്നു. കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 മെയ് മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് നിർണായകമായ റോളെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം തരൂര് സംസ്ഥാനത്തെ കോൺഗ്രസ് വേദിയിൽ കൈയും വീശി എത്തിയിരുന്നു. അണികളേറെ
കൈയടിച്ചാണ് തരൂരിനെ സ്വീകരിച്ചത്. പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ ഒരു പരിപാടിയിൽ തരൂർ എത്തുകയും ചെയ്തു. ആരാണ് ക്ഷണിച്ചത്? കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് തരൂരിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിലേക്ക് തരൂരിനെ വിളിച്ചു വരുത്തിയത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പാർട്ടി വേദികളിൽ, പാർട്ടി പരിപാടികളിൽ, പാർട്ടി ചർച്ചകളിൽ കൂടുതൽ സജീവമാകാനാണ് തരൂരിനോട് AICC ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇനി അങ്ങോട്ട് തരൂർ പാർട്ടിയെ, AICCയെ ഒരു തരത്തിലും പ്രതിരോധത്തിലാക്കില്ല എന്നൊരു ഉറപ്പ് കൂടി തരൂരിൽ നിന്നും AICC നേതൃത്വം വാങ്ങിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ അധികാരത്തിൽ വരാൻ തരൂരിനെ ഒഴിവാക്കി നിർത്തി നടക്കില്ല. കാരണം NSS അടക്കം SNDP അടക്കം തരൂരിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് ഒരു കോൺഗ്രസ് നേതാവിനെ കഴിഞ്ഞ വർഷം NSS മന്നം ജയന്തിക്ക് ക്ഷണിച്ചത്. അത് ശശി തരൂരായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ആ ചരിത്രം ആവർത്തിച്ചത് രമേശ് ചെന്നിത്തല. ഈ വർഷം ആദ്യം ജനുവരിയിൽ രമേശ് ചെന്നിത്തലയും പെരുന്നയിൽ മന്നം സമാധിയിലെത്തി ചടങ്ങിൽ പങ്കെടുത്തു. അത് തരൂർ അന്ന് വന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ചെന്നിത്തലയെ ക്ഷണിച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ഇനിയും പോയാൽ, കാരണം തൽക്കാലം സുകുമാരനടക്കം ഇപ്പോൾ പിണറായി വിജയന് റാൻ മൂളി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും NSSനെ തിരികെ കോൺഗ്രസ് പാളയത്തിലേക്ക്, കോൺഗ്രസ് അനുകൂല പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്ന സുപ്രധാനമായ ദൗത്യവും തരൂരിനുണ്ടാകും. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ തരൂർ പങ്കെടുത്തപ്പോൾ അവിടെ ദീപാദാസ് മുൻഷിയും ഉണ്ടായിരുന്നു. പിന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമുഖരെല്ലാം തരൂരിനൊപ്പം വേദിയിലുണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്തെ പരിപാടിയിൽ. ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ തരൂരിന് വീണ്ടും അവസരം ഒരുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കാരണം വളരെ ശക്തമായ ഒരു നിരയാണ് ഇപ്പോൾ കേരളത്തിലെ KPCC നേതൃത്വത്തിലുള്ളത്. അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ്, പ്രബലരായ 3 പേർക്കൊപ്പം കൈകോർത്ത് നിൽക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ശശി തരൂരിന് ഹൈക്കമാൻഡ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ ഇറങ്ങിത്തിരിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് തിരുവനന്തപുരത്തെ ഈ ട്രിപ്പിൾ വിജയത്തോടെ ഹൈക്കമാൻഡിന് ബോധ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ഏതോ നേതാക്കൾ ഹൈക്കമാൻഡിനെ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ ശശി തരൂർ എന്ന വിശ്വപൗരനെ ഇവിടെ ഒഴിവാക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് രൂക്ഷമായ എതിർപ്പും ഉണ്ടായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് 2026 UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതൊന്നുമല്ല ചോദ്യം. പക്ഷേ UDFനെ അധികാരത്തിൽ എത്തിക്കുക, അതിന് UDFനെ നയിക്കുന്ന കോൺഗ്രസിന് ശക്തമായൊരു നേതൃനിര ഉണ്ടായിരിക്കുക, നേതൃനിര ഉണ്ടായിരിക്കുക എന്ന ഹൈക്കമാൻഡിന്റെ ഇപ്പോഴേ കണ്ട ഒരു ദീർഘവീക്ഷണത്തുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂർ ഇപ്പോൾ കേരള ഘടകത്തിൽ ശക്തനായി തിരികെ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. കാരണം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനെങ്കിലും അതിൽ കടുത്ത അമർഷമുണ്ടെങ്കിലും ഇനി അത് അവർക്ക് പുറത്തു കാണിക്കാൻ പറ്റില്ല. കാരണം ശശി തരൂർ എന്ന ശക്തനായ നേതാവ് കേരളത്തിലേക്ക് വരുമ്പോൾ CPM-ന് അതൊരു കനത്ത പ്രഹരം തന്നെയാണ്. കാരണം വാക്കുകൾ കൊണ്ട് മത്സരിച്ച് ജയിക്കാനാകാത്ത വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂരിനെതിരെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും മത്സരിച്ച് ജയിക്കാനാകില്ലെന്ന് CPM-നും അറിയാം, BJP-ക്കും അറിയാം. അനാവശ്യമായ അപവാദ പ്രചരണങ്ങളോ വിവാദങ്ങളോ പഴിയാരലുകളോ ആരോപണങ്ങളോ ഒന്നും ഉയർത്താതെ ശശി തരൂർ വളരെ ശക്തമായി തന്റെ നിലപാടുകൾ ഇതിനു മുൻപും മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച ആ 1-2 വേളകളിലും ശശി തരൂർ പാർലമെന്റ് അടക്കം തന്റെ നിലപാട് വളരെ വ്യക്തമായി അക്കമിട്ട് നിരത്തി പാർട്ടിക്ക് നൽകിയ മറുപടിയിലും ശശി തരൂർ തന്റെ നിലപാടുകൾ അക്കമിട്ട് നിരത്തിയാണ് നൽകിയത്. അതിൽ ഹൈക്കമാൻഡ് തൃപ്തരായി എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തീരുമാനം കണ്ടാൽ ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ VD സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച